തവി വെച്ച് ഇതുണ്ടോ നിരത്താൻ പരുവത്തിനാണ്, കല്ലിൽ നിരത്താൻ പരുവത്തിനാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. നമ്മൾ കൈ വെച്ച് നമ്മളിങ്ങനെ പരത്തി എടുക്കണം. ഇതിപ്പോൾ തവിയും കൊണ്ട് നിരത്തിയാൽ മതി, നമുക്ക് എളുപ്പമുണ്ട്. കട്ടി കുറച്ച് തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഒരെണ്ണം നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാവേ. തവി വെച്ച് കണ്ടോ, ഇങ്ങനെ നിരത്താൻ എളുപ്പമാണ് നമുക്ക്. മറ്റേത് നമ്മൾ കൈ വെച്ച് പരത്തണം. ഇനി നമുക്ക് ഒരു സൈഡിൽ ഈ തേങ്ങാപ്പീര വെച്ച് കൊടുക്കാം, ഒരു സൈഡിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മടക്കി കൊടുത്താൽ മതി. ഒത്തിരി ഉണങ്ങി പോണതിന് മുമ്പ് മടക്കണം കേട്ടോ, അല്ലെ പിന്നെ മടക്കാൻ പറ്റാതെ വരും. നമ്മൾ രണ്ടാക്കി മടക്കി. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് രണ്ട് സൈഡിലും മടക്കി വെച്ചു. അപ്പോൾ രണ്ടെണ്ണം ഒന്നിച്ച് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. എണ്ണ തൂത്തിട്ട് വേണം കേട്ടോ ഇത് മാവ് കോരി ഒഴിക്കാൻ. ഞാൻ എണ്ണ ആദ്യം തൂത്തിരുന്നു, അതുകൊണ്ട് അത് പറയാൻ പറഞ്ഞു. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇച്ചിരി ഉണങ്ങിയിരിക്കണല്ലേ, കൊള്ളില്ല. ഇച്ചിരി ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മുറിച്ച് നോക്കിയാലോ. സൂപ്പറായിട്ടുണ്ട്, നല്ല ക്രിസ്പി പുറമെ. നമ്മളിന്ന് വൈകിട്ട് റാഗിയാണ് ഉണ്ടാക്കുക. റാഗിയുടെ കുറുക്ക് ഞാനിപ്പം ഇതരച്ച് 2 ട്രിപ്പ് അരച്ചെടുത്തു. ഇനി പിന്നെ ഒന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 3ാമത്തെ തവണ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് നമുക്ക് ഇതിനകത്തൊരു ദിവസം കരിപ്പെട്ടിയും കൂടി ഇട്ട് കൊടുക്കാം. കരിപ്പെട്ടിയാണ്, ശർക്കരയല്ല കരിപ്പെട്ടിയാണ്. അതിന് നമുക്ക് കൊടുക്കാം. എന്നുവെച്ചാൽ എന്തെങ്കിലും കരട് ഒക്കെ ഉണ്ടെങ്കിൽ അരിച്ച് ഇതിനകത്ത് ഒഴിക്കാമല്ലോ. ഇപ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഒന്നുകൂടി. കരിപ്പെട്ടി ഇട്ട് നമ്മൾ ഒന്നും കൂടി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് അരിച്ച് ഇതിലോട്ട് ചേർക്കാം. നമ്മൾ കരിപ്പെട്ടിയൊക്കെ ഇട്ട് ഇതിപ്പം എല്ലാം അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ലേശം പാലൊഴിച്ച് കൊടുക്കാം. തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. കരിപ്പെട്ടി ഇട്ടു. ഇനി നമുക്കൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഒരു പിഞ്ചുപ്പ്. നമുക്ക് കുറുക്കിയെടുക്കാം. അടുപ്പത്ത് വയ്ക്കാം. പാലിൻ്റെ പാടയോ കേട്ടോ അത് മൂടിക്കിടക്കുന്നത്, കുഴപ്പമില്ല. ഇപ്പം തന്നെ കുറുകി കട്ടിയായി വരും. കുറുകി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റാഗി കുറുക്ക് ഇവിടെ റെഡിയായി. ഞാനിപ്പോൾ ലൈറ്റായിട്ട് കരിപ്പെട്ടി ചേർത്തിട്ടുള്ളൂ. എനിക്ക് ലൈറ്റായിട്ട് മധുരം മതി. പിന്നെ ഒരു പിഞ്ചുപ്പ് ഇടണം, കുറച്ച് പാൽ. വൈകിട്ടത് നല്ലതാണ്. റാഗി എല്ലാ അസുഖക്കാർക്കും പറ്റിയ നല്ല ഫുഡാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. എന്നാൽ നമ്മൾ വൈകുന്നേരം ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു അരമുറി തേങ്ങ, പിന്നെ കരിപ്പെട്ടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മധുരത്തിന്, പിന്നെ ഒരു 4 ഏലക്കായും പൊടിച്ച് ചേർത്തിട്ടുണ്ട്.
പിന്നെ ഇതുണ്ട് ഒരു കപ്പ്, ഒരു കപ്പ് എന്ന് പറയുന്നത് വലിയ കപ്പാണ് കേട്ടോ. അപ്പം ഒരു കപ്പ് ഗോതമ്പ് പൊടി, അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുഴച്ചെടുക്കാം. തവി വെച്ച് ഇതുണ്ടോ നിരത്താൻ പരുവത്തിനാണ്, കല്ലിൽ നിരത്താൻ പരുവത്തിനാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. നമ്മൾ കൈ വെച്ച് നമ്മളിങ്ങനെ പരത്തി എടുക്കണം. ഇതിപ്പോൾ തവിയും കൊണ്ട് നിരത്തിയാൽ മതി, നമുക്ക് എളുപ്പമുണ്ട്. കട്ടി കുറച്ച് തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഒരെണ്ണം നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാവേ. കൈ വെച്ച് കണ്ടോ, ഇങ്ങനെ നിരത്താൻ എളുപ്പമാണ് നമുക്ക്. മറ്റേത് നമ്മൾ കൈ വെച്ച് പരത്തണം. ഇനി നമുക്ക് ഒരു സൈഡിൽ ഈ തേങ്ങാപ്പീര വെച്ച് കൊടുക്കാം, ഒരു സൈഡിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മടക്കി കൊടുത്താൽ മതി. ഒത്തിരി ഉണങ്ങി പോണതിന് മുമ്പ് മടക്കണം കേട്ടോ, അല്ലെ പിന്നെ മടക്കാൻ പറ്റാതെ വരും. നമ്മൾ രണ്ടാക്കി മടക്കി. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് രണ്ട് സൈഡിലും മടക്കി വെച്ചു. അപ്പോൾ രണ്ടെണ്ണം ഒന്നിച്ച് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. എണ്ണ തൂത്തിട്ട് വേണം കേട്ടോ ഇത് മാവ് കോരി ഒഴിക്കാൻ. ഞാൻ എണ്ണ ആദ്യം തൂത്തിരുന്നു, അതുകൊണ്ട് അത് പറയാൻ പറഞ്ഞു. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇച്ചിരി ഉണങ്ങിയിരിക്കണല്ലേ, കൊള്ളില്ല. ഇച്ചിരി ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. സൂപ്പറായിട്ടുണ്ട്, നല്ല ക്രിസ്പി പുറമെ. നമ്മുടെ ഗോതമ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. നമ്മുടെ ഗോതമ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം.